ഇഡ്ഡലിയുടെയും കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി ചട്നിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പം, ഒരു 5-6 മിനിറ്റ് കൊണ്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്ന ഒരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ 5 മിനിറ്റ് കൊണ്ട് റെഡിയാക്കാവുന്ന ചട്നിയുടെ ചേരുവകൾ ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഞാനൊരു 3 സവോള എടുത്തിട്ടുണ്ട്. സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആകുമ്പോൾ ഒന്നുകൂടെ നന്നായിരിക്കും. എനിക്കിവിടെ അത്രയും ചെറിയ ഉള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവോള എടുത്തത്. ചില സമയങ്ങളിൽ ഞാൻ ചെറിയ ഉള്ളി വെച്ചും ഉണ്ടാക്കാറുണ്ട്. 3 സവോള എടുത്തപ്പോൾ ഞാൻ അതുപോലെ തന്നെ 3 തക്കാളിയും എടുത്തിട്ടുണ്ട്. ഇത് അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളിയാണ്. പിന്നെ എടുത്തത് ഏകദേശം ഒരു 12 അല്ലിയോളം വെളുത്തുള്ളിയുണ്ട്. അത് ഞാൻ ഒരു കുടം വെളുത്തുള്ളി, അതിൻ്റെ അളവ് 1-2 കൂടുകയോ കുറയുകയോ ചെയ്യാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തീരുമാനിക്കാം. പിന്നുള്ളത് അതുപോലെ 5 വറ്റൽമുളക് ഞാനിവിടെ ഡ്രൈ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതും നമ്മുടെ എരിക്കനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ജീരകം, അത് ഒരു 1/2 സ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. സാധാരണ നമ്മുടെ ചട്നിയിലൊന്നും നമ്മളിങ്ങനെ ജീരകം ചേർക്കാറില്ല. പക്ഷേ ഞാൻ ഈ ഇടയ്ക്ക് ഒരു തമിഴ് ചാനലിൽ ഇതുപോലെ കാണുകയും അതനുസരിച്ച് ഞാൻ ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ നമ്മുടെ ചട്നിയുടെ ടേസ്റ്റ് ഒന്നുകൂടി കൂടി. അതുകൊണ്ടാണ് ഞാൻ ഈ ചട്നിക്കകത്ത് ഈ ജീരകം കൂടെ ചേർക്കുന്നത്. പിന്നെ 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കണം. സാധാരണ നമ്മൾ ചട്നി ഉണ്ടാക്കുമ്പോൾ, ഈ ഉള്ളി ചട്നിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇത് വഴറ്റിയാണ് എടുക്കാറുള്ളത്. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ചട്നിയായിട്ട് ഇത് വഴറ്റുകയൊന്നും വേണ്ട. ഇതെല്ലാം കൂടി ഇട്ടൊന്ന് അരച്ചെടുക്കാം. ഒരു 3-4 സ്പൂണ് വെള്ളം മാത്രം ഇതിന് മതി. ഒത്തിരി വെള്ളം ഒഴിക്കരുത്. കാരണം സവോളയിൽ നിന്നും തക്കാളിയിൽ നിന്നൊക്കെ നീരിറങ്ങും. അത് കാരണം ആദ്യം ഈ മിക്സി ഒന്ന് കറങ്ങി കിട്ടാൻ മാത്രമുള്ള വെള്ളമേ നമ്മൾ എടുക്കാവൂ. അന്ന് ആദ്യം ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് നോക്കണം. അപ്പോൾ കറങ്ങിയില്ലെങ്കിൽ ഒരല്പം വെള്ളം കൂടെ ഒഴിക്കാവൂ. വെള്ളം കൂടി പോകരുത്. അപ്പോൾ ഞാനിത് അരച്ചെടുത്തോണ്ട് വരാം. അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. ഇതിനി കടുക് വറുത്ത് ഒരു 2-3 മിനിറ്റ് നേരം അടുപ്പിൽ വെച്ചൊന്ന് പറ്റിച്ചെടുക്കണം. അതോടെ നമ്മുടെ ഈസി ചട്നി റെഡിയാകും. അപ്പോൾ കടുക് വറക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കൊരു തമിഴ് ടേസ്റ്റ് വേണമെങ്കിൽ നല്ലെണ്ണയും, മലയാളി ടേസ്റ്റ് വേണമെങ്കിൽ വെളിച്ചെണ്ണയും, അല്ലെങ്കിൽ നെയ്യുടെ രുചിയാണ് ഇഷ്ടമെങ്കിൽ നെയ്യും ഉപയോഗിക്കാം. ഞാനിപ്പോൾ നെയ്യാണ് ഇവിടെ ഇതിനെടുക്കുന്നത്. അപ്പം നന്നായിട്ട് എണ്ണയാണെങ്കിലും നെയ്യാണെങ്കിലും ഒരല്പം കൂടുതൽ വേണം, എങ്കിലേ ഈ ചട്നിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. നെയ്യൊന്ന് ചൂടാകട്ടെ. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടട്ടെ. ഇതിലേക്ക് ഇനിയും 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ചട്നി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചട്നി നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 3-4 മിനിറ്റ് നേരം നന്നായിട്ട് തിളച്ച് വറ്റി എണ്ണ തെളിയുമ്പോഴാണ് ഈ ചട്നിയുടെ ശരിക്കും നല്ല ടേസ്റ്റായിട്ട് ഈ ചട്നി തീരുന്നത്. അതുകൊണ്ട് നമുക്കൊരു 3-4 മിനിറ്റ് ഇതൊന്ന് തിളപ്പിക്കാം. ചട്നി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ രുചി ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി ഒരു നുള്ളു പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഒരുപാട് ഇടല്ലേ, ഒരു നുള്ളു പഞ്ചസാര, ഒരു നുള്ളു മാത്രമേ ഇടാവൂ. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന, എന്നാൽ അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.